അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, ഇവിടെ ഡോക്ടർ ജി വി ഹരി പറഞ്ഞത് ഞങ്ങളുടെ നേതാക്കൾ സമ്മതിച്ചതാണ്. രമേശ് ചെന്നിത്തലയും പി കെ കുഞ്ഞാലിക്കുട്ടിയും ഈ മാസപ്പടി വാങ്ങി അത് പാർട്ടിക്കുള്ള സംഭാവനയാണ് എന്ന് സമ്മതിച്ചതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ടുപേർ സമ്മതിച്ചു. ഇപ്പോഴും പിണറായി വിജയൻ അത് സമ്മതിച്ചിട്ടില്ല. അപ്പോൾ യു ഡി എഫ് നേതാക്കൾ അവർ വെറും നേതാക്കളല്ല, ഇന്നവർ സംസ്ഥാന മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട രണ്ട് മന്ത്രിമാരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ നേതാവിനെ പോലെ ഈ മന്ത്രിമാരും രാജിവെക്കണമെന്നുള്ള ഒരു ആവശ്യം, അന്വേഷണം മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ആ ഒരു അവസ്ഥയിലേക്ക് എത്തുകയില്ലേ അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു? അല്ല, ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയാറുണ്ട്. ഞാൻ ഇവർ മൂന്ന് പേരും തന്നേരം സംസാരിച്ചപ്പോൾ ഞാൻ അതിൽ മിണ്ടാതിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഹാഷിം അലി എന്ന് പറയപ്പെടുന്ന ഇടതുപക്ഷ നിരീക്ഷകൻ അദ്ദേഹം സംസാരിക്കുന്നത് കേട്ടാൽ ഒന്നുകിൽ നമ്മൾ എന്താ പറയുക അറിവില്ലാത്തവരായിട്ട് അഭിനയിക്കണം, അല്ലെങ്കിൽ നമ്മൾ അതിനെ മൈൻഡ് ചെയ്യാതിരിക്കണം. ഞാനതുകൊണ്ടാണ് ആ ഭാഗത്തേക്കേ ശ്രദ്ധിക്കാതിരുന്നത്. ഒരു തരം വിഡ്ഢിത്തരങ്ങളുടെ ഘോഷയാത്ര കൊടുന്ന് വിളമ്പുക എന്ന് പറയാൽ അതൊരു അലങ്കാരമാക്കി മാറ്റിവെക്കുക, അതൊരു രാഷ്ട്രീയ നിരീക്ഷണമാണ് എന്ന അബദ്ധധാരണത്തിൽ പുറത്തു പറയുക എന്നൊക്കെ പറഞ്ഞാൽ ഇതിനു മേലൊരു ദുരന്തം ഇന്ന് നേരിടാനുണ്ടോ? ഇന്ന് ജനം ടി വിയിൽ നടന്ന ചർച്ചയിൽ നേരിട്ട ഏറ്റവും വലിയ ദുരന്തം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെയാണ്. അദ്ദേഹം എന്നോട് ക്ഷമിക്കുമല്ലോ. കാരണം സർ, ഞാൻ ചോദിക്കട്ടെ, അങ്ങ് പറഞ്ഞ ഓരോ കാര്യത്തിനും ഞാൻ മറുപടി പറഞ്ഞു തരാം. അങ്ങയുടെ സംശയം, അങ്ങ് അറിവില്ലാത്ത വ്യക്തിയൊന്നുമല്ല, പക്ഷേ പിണറായി വിജയ ഭക്തിയുണ്ട്, ഇടതുപക്ഷ ഭക്തിയുണ്ട്, അങ്ങ് ഇതിനെ ന്യായീകരിച്ച് മെഴുകുന്നു എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. സർ ചോദിക്കട്ടെ, ഇതൊരു പൊതുമേഖലാ സ്ഥാപനം വേഴ്സസ് ഒരു പ്രൈവറ്റ് സ്ഥാപനമല്ലേ? അതിൽ തെറ്റുണ്ടോ? അതിനകത്ത് ഒരു രണ്ട് കമ്പനിയും തമ്മിലുള്ള ഒരു MOU ഉണ്ടാക്കി നടത്തിയ സേവനത്തിൽ നിങ്ങൾക്കെന്താ പ്രശ്നം? ഇടതുപക്ഷം ചോദിച്ചിരുന്നല്ലേ ഹാഷിം അലി? അങ്ങനെയെങ്കിൽ ഒരു കമ്പനിക്ക് ഞങ്ങൾക്ക് പക്ഷമുണ്ട് സർ. ആ പക്ഷം കൃത്യമായ പൊതുമേഖലാ സ്ഥാപനമാണ് സർ. ഞാനും നിങ്ങളും അടങ്ങുന്ന സംസ്ഥാനത്തിൻ്റെ വിഹിതമുണ്ട് സർ അതിനകത്ത്. അവരും മറ്റൊരു കമ്പനിയുമായിട്ടൊരു ഇടപാടുണ്ടാകുന്ന സമയത്ത് ഇടപാടുകളിൽ വ്യക്തത വേണം സർ. അവിടെ സേവനം കിട്ടാത്തൊരു കാര്യത്തിന് എൻ്റെയും നിങ്ങളുടെയും നമ്മുടെ സർക്കാരിൻ്റെയും നമ്മുടെ നാടിൻ്റെയും പണം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് അഴിമതി എന്നാണ് പറയുക സാർ. ആ പൈസ ഒരു വ്യക്തിയുടെ കീശയിലേക്ക് അനാവശ്യമായി പോയിട്ടുണ്ടെങ്കിൽ അത് പരിപൂർണമായിട്ടുള്ള ചതിയാണ് സാർ, തെറ്റാണ് സാർ, വഞ്ചനയാണ് സാർ, അഴിമതിയുടെ വേറൊരു രൂപമാണ് സാർ. അഴിമതിയുടെ വെള്ളരൂപം എന്ന് അതിനെ പറയും. അത് അങ്ങേക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ആ പുസ്തകം അങ്ങൊന്ന് പഠിക്കണം. ഇതൊരു മഞ്ഞുമലയുടെ തുടക്കം മാത്രമാണ് സാർ. ഞാൻ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട നിങ്ങളുടെ നേതാവ്, എനിക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളോട് പുച്ഛമാണ് കേട്ടോ. അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇതൊരു മാധ്യമ സൃഷ്ടിയാണ്. ശ്രീ ഹാഷിം അലി, ഇതൊരു മാധ്യമ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു മൊഴിയോ ഇങ്ങനൊരു റിപ്പോർട്ടോ ഇല്ല എന്നാണല്ലോ അദ്ദേഹത്തിൻ്റെ വാദം. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, ഇതെന്താണ് സാർ? ഇത് ജനം ടി വിയോ മറ്റു ചാനലുകളോ മറ്റു മാധ്യമങ്ങളോ അല്ലെങ്കിൽ വീഡിയോ മറ്റ് ചാനലുകളോ ഒന്നും കൊണ്ടുവന്നൊരു സൃഷ്ടിയൊന്നുമല്ല. ഇത് വീണാ വിജയൻ അടക്കമുള്ള പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടണമെന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ്മെന്റ് അതോറിറ്റിക്ക് ED കൊടുത്ത റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിനകത്താണ് ഈ മൊഴികളുള്ളത്. അപ്പോൾ ഇന്നലെ പറഞ്ഞ മാധ്യമ സൃഷ്ടിയാണ് എന്ന പിണറായി വിജയന്റെ ന്യായീകരണത്തെ ഇന്ന് ഈ റിപ്പോർട്ടുകൾ കൃത്യമായി വരുമ്പോൾ അത് മാധ്യമ സൃഷ്ടിയല്ല, അത് കൃത്യമായ റിപ്പോർട്ടുകൾ തന്നെയാണ്, അത് അഡ്ജസ്റ്റ്മെന്റ് അതോറിറ്റിക്ക് മുമ്പിൽ കൊടുത്തതാണ് എന്നുള്ള ബോധ്യം വരുമ്പോൾ ഇന്നലെ പറഞ്ഞ വാക്ക് വിഴുങ്ങിക്കൊണ്ടത് യാഥാർത്ഥ്യമാണ് എന്ന് പിണറായി വിജയനും അങ്ങും ന്യായീകരിച്ച് അങ്ങും അംഗീകരിക്കുമല്ലോ അല്ലേ? ഞാൻ ചോദിക്കട്ടെ സാർ, നിങ്ങൾ 2014 കണക്ക് കൊടുത്തതുമായി ബന്ധപ്പെട്ടുള്ള കമ്പനിയിൽ വീണാ വിജയൻ്റെ വ്യക്തിപരമായിട്ടുള്ള കണക്ക് കൊടുത്ത് നിങ്ങൾ ഇൻകം ടാക്സിൽ ഒന്ന് നോക്ക്. അതിനകത്ത് 5 ലക്ഷം രൂപയുള്ള സാറേ ട്രാൻസാക്ഷൻ. 5 ലക്ഷം രൂപയുടെ ഇടപാടുകൾ മാത്രമേ ഉള്ളൂ സാർ. പിന്നീട് ഈ ഭരണത്തിൽ ഇടതുപക്ഷം വന്നതിന് ശേഷം ഈ പെൺകുട്ടിയുടെ കമ്പനികൾ, അതിൻ്റെ വളർച്ചകൾ എന്ന് പറഞ്ഞാൽ അമ്മയുടെ പെൻഷൻ പറ്റിയ പൈസ കൊണ്ടുണ്ടാക്കിയ ചെറിയ സ്ഥാപനമെന്ന് നിങ്ങൾ ആധിപത്യം ന്യായീകരിച്ചു. പിന്നീട് ഇവരുടെ തന്നെ കർത്തയുടെ തന്നെ NBFCയുമായി ബന്ധപ്പെട്ട് 50 ലക്ഷം രൂപ ഒരു പാവപ്പെട്ടവർ രക്ഷപ്പെട്ടുകൊട്ടെ എന്നുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് ലോൺ കൊടുത്തായി പറയുന്നു. ആ ലോൺ അടയ്ക്കാൻ തിരിച്ചു മാർഗമില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ സേവനം കൊടുക്കുന്നതിനായി പൈസ കൊടുക്കുന്നതായിട്ട് പറയപ്പെടുന്നു സാർ. ആ കൊടുക്കുന്ന പൈസ പിന്നീട് കടമടച്ച് വീട്ടുന്നതായി കാണപ്പെടുന്നു സാർ. എന്ത് മായാലോകമാണ്! അന്നത്തിന് വകയില്ലാത്ത പാവപ്പെട്ടവർ കേരളത്തിലുള്ളപ്പോൾ, നിരവധി ആളുകളുള്ളപ്പോൾ, ആ പാവപ്പെട്ടവരുടെ വയറിൻ്റെ വോട്ടും വാങ്ങിച്ച് ജയിച്ചു വന്നവർ, ആ തൊഴിലാളി വർഗ സർവാധിപത്യത്തിനു വേണ്ടി പണിയെടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർ സ്വന്തം മകളുടെ ഉന്നമനത്തിനു വേണ്ടിയും സ്വന്തം മകളുടെ ഉപജീവനത്തിനു വേണ്ടിയും സ്വന്തം മകളുടെ സാമ്പത്തിക താല്പര്യത്തിനു വേണ്ടിയും സ്വന്തം മകളുടെ വളർച്ചയ്ക്ക് വേണ്ടിയും ഒരു രാഷ്ട്രീയ പാർട്ടിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് 10 കൊല്ലക്കാലം സർക്കാരിൻ്റെ സകലവിധ സൗകര്യങ്ങളും കർത്തയ്ക്ക് ചെയ്തു കൊടുത്ത് അതിൻ്റെ ബെനിഫിറ്റ്, സാമ്പത്തിക ലാഭം മേടിച്ചെടുത്തു എന്ന് പറയപ്പെടുമ്പോൾ അതിനെ ന്യായീകരിക്കുമ്പോൾ അങ്ങേക്ക് നാണമാകുന്നില്ലേ സർ?
അങ്ങക്ക് വിഷമം തോന്നുന്നില്ലേ സാർ? അങ്ങക്ക് ഈ നാടിനോട് നീതികേട് തോന്നുന്നില്ലേ? അത് തോന്നുന്നില്ലെങ്കിൽ അങ്ങേ തന്നെ തിരുത്തേണ്ടിയിരിക്കുന്നു എന്നൊരു കാര്യം പറയുന്നു. രണ്ടാമത്തെ സാർ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. സംസ്ഥാന സർക്കാർ ഇതിനകത്ത് കൃത്യമായിട്ടുള്ള മൗനമുണ്ട്. ജി വി ഹരി, ബഹുമാനായിട്ടുള്ള ഡോക്ടർ ജി വി ഹരി, അങ്ങയോട് പറയട്ടെ, അങ്ങയുടെ സർക്കാർ കൃത്യമായി ഇതിനകത്ത് മൗനം പാലിക്കുന്നുണ്ട്. എന്താ കാരണം? കർത്തയും നിങ്ങളും തമ്മിൽ ബൈ ബൈ ആണ്, ഒക്കെ ചങ്കന്മാരാണ്. ഈ സൂത്രക്കെട്ടുകളൊക്കെ കർത്തയ്ക്ക് ചെയ്തതൊക്കെ ആർക്കറിയാം? ചെന്നിത്തലയ്ക്കും അറിയാം, നിങ്ങളുടെ മുഖ്യമന്ത്രിക്കും അറിയാം, നിങ്ങളുടെ കോൺഗ്രസ്സുകാരും അദ്ദേഹവുമായി തന്നെ ഇതേ ബൈ ബൈ ആണ്. എന്തുകൊണ്ടാണ് അതാണെന്ന് പറയാൻ കാരണം, EDയെ സംബന്ധിച്ചിടത്തോളം, കേന്ദ്ര ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം PMLA ആക്ട് പ്രകാരമോ മറ്റ് ഫ്രോഡുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തിൽ നോക്കാൻ സാധിക്കുക. മറിച്ച് അതിൻ്റെ അപ്പുറത്ത് നടന്നിട്ടുള്ള കരിമണലുമായി നടക്കുന്ന ഖനനവുമായി ബന്ധപ്പെട്ട അഴിമതിയും CMRLന് സർക്കാർ കൊടുക്കുന്ന വിട്ടുവീഴ്ചയും പല കാര്യങ്ങളിലും കർത്തയുടെ കാര്യങ്ങളിൽ സർക്കാർ കണ്ണടച്ചതുമായിട്ടുള്ള വിഷയങ്ങളിലുമൊക്കെ അന്വേഷിക്കേണ്ടത് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ്. അതെന്തുകൊണ്ടാണ് കോൺഗ്രസ് അധികാരത്തിൽ വന്നതിന് ശേഷം ആ പണ്ട് പറഞ്ഞ ന്യായത്തെ ഇവർ അംഗീകരിക്കുന്നുണ്ട് എങ്കിൽ ആ തീരുമാനമെടുത്തില്ല? അല്ലെങ്കിൽ CBI കൊണ്ട് സർക്കാർ അന്വേഷിക്കണം. സർക്കാർ എന്തുകൊണ്ടാണ് ആ തീരുമാനമെടുക്കാത്തത്? ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ എന്തുകൊണ്ടാണ് സർക്കാർ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് എടുക്കാത്തത് എന്ന് പറഞ്ഞാൽ, കോടാനുകോടി രൂപയുടെ അഴിമതികൾക്ക് മൗനാനുവാദം കൊടുത്ത് അതിൻ്റെ വിഹിതം പറ്റുകളാക്കി അതിന് ടാക്സ് അടച്ചു എന്നുള്ളതിൻ്റെ ന്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ വെളുത്ത കള്ളത്തരം ഞങ്ങൾ കാണിച്ചു വന്ന ന്യായീകരണത്തിൻ്റെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനോട് നിങ്ങളും ഇടതുപക്ഷത്തിൻ്റെ ഒപ്പം വലതുപക്ഷവും സമരസപ്പെടുന്നു എന്നുള്ളത് ഇന്നത്തെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന വലിയ കാര്യം തന്നെയാണ്. അവിടെ നിങ്ങൾ കൃത്യമായി തിരുത്തപ്പെടേണ്ട ഒരു രാഷ്ട്രീയമുണ്ട് എന്നും കൂടി നിങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ. ഡയറക്ടർക്കും CFOയും കൃത്യമായി പറഞ്ഞിരിക്കുന്നു, സാർ, വീണ വിജയനുമായിട്ട് ഞങ്ങൾക്കൊരു സേവനവും ലഭിച്ചിട്ടില്ല, ആ സേവനവുമായിട്ട് ഞങ്ങൾക്കൊരു ബന്ധവുമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 2 പ്രധാന വ്യക്തികൾ, ആ പ്രധാന വ്യക്തികൾ ഒന്ന് അച്ഛനും 2 മകളുമാണ്. ഇവിടെ മകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് അച്ഛൻ സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയാലും അച്ഛൻ്റെ രാഷ്ട്രീയ പവർ ഉപയോഗിച്ചുകൊണ്ട് മകൾ സാമ്പത്തിക ലാഭം ഉണ്ടാക്കി